ഹായ് ഹലോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഇപ്പോൾ ഷോർട്സിൽ ഇടാറില്ല, ലോങ് വീഡിയോ ഇടാറില്ലല്ലോ. അപ്പോൾ എന്നാൽ ഇന്ന് ലോങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു ദിവസത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും പിന്നെ നിങ്ങൾ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, കുറച്ച് കമൻസിലുള്ള റിപ്ലൈസും അങ്ങനത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അത് രാവിലെ നിച്ചൂസ് ആണെങ്കിൽ താണ്ട് എഴുന്നേറ്റിട്ട് കട്ടിലിൽ നിന്ന് എഴുന്നേക്കാണ്ട് കിടക്കണയാണ്. ഞങ്ങൾ അങ്ങനെയാണ് കേട്ടോ. ഇപ്പോൾ എന്നും തന്നെ നിച്ചൂസാണ് എന്നെ എഴുന്നേൽപ്പിക്കാറ്. കാരണം ഞാനിപ്പോൾ തയ്ക്കാനൊക്കെ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ രാത്രി താമസിച്ചാണ് കിടക്കാറ്. അപ്പോൾ അതുകൊണ്ട് നിച്ചൂസ് എഴുന്നേൽക്കുമ്പോൾ ആ കൂടെ എഴുന്നേൽക്കും. ആ ഒരു റൂട്ടീനിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ കുറച്ച് നേരം അവിടെ ഇരുന്ന് കട്ടിലേക്ക് കിടന്ന് കളിച്ചും ചിരിച്ചിട്ട് നിച്ചൂസ് താഴെ അമ്മമ്മേൻ്റെ അടുത്ത് പോകണമെന്ന് പറഞ്ഞപ്പോൾ താഴെ പോകാമെന്നും പറഞ്ഞിട്ട് പോകുവാണ് കേട്ടോ. അപ്പോൾ താഴത്തോട്ട് സ്റ്റെപ്പിന് ചെന്നപ്പോഴത്തേനും താണ്ട് ഇവർ രണ്ടുപേരും കൂടെ ഞങ്ങളുടെ കൂടെ കൂടിയിട്ടുണ്ട്. കാരണം ഒരു രാത്രി മൊത്തം നിജസിനെ കാണാണ്ടിരുന്നതല്ലേ. അങ്ങനെ താണ്ട് താഴെ ചെന്ന പാടെ നിജസിന് ടി വി വെക്കണം എന്ന് ടി വി വെച്ചു. അപ്പോൾ ആ ഒരു ടൈമിൽ എന്തോ ഹൈദി എന്തോന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് അത് അമ്മയുടെ കൂടെ പോകുവാണ്. അപ്പം ചുട്ട് തരാൻ പറഞ്ഞുകൊണ്ട് അവളിപ്പോൾ കുറേ നാളായിട്ട് അങ്ങനെയാണ് കേട്ടോ. ഞാൻ അപ്പം ചുട്ടെടുത്ത് അവൾക്ക് ഇഷ്ടമല്ല. അവൾക്ക് അമ്മമ്മ തന്നെ അപ്പം ചുട്ട് കൊടുക്കണം. ഞാൻ അപ്പം ചുട്ടാലും അവൾ പറയും അമ്മമ്മ തന്നാൽ മതിയെന്ന്. താഴെ പോകാനുള്ള ഒരു സൈക്കോളജിക്കൽ മൂവ് ആയിരിക്കാം. അങ്ങനെ ഞാൻ താണ്ടെ കൊച്ചിന് താഴെ വിട്ടിട്ട് താൻ മേളിലോട്ട് കയറി വരുവാണ്. അപ്പം തിന്നണമെന്നും പറഞ്ഞ് താഴത്തോട്ട് പോയ ആളാണെങ്കിൽ അപ്പം തിന്നാണ്ട് അപ്പത്തിൻ്റെ മാവ് എടുത്ത് തിന്നിട്ട് താണ്ടെ ഈ കുളത്തിലാണ് കയറി വന്നേക്കണത്. അവൾ എനിക്ക് തോന്നുന്നു അതിനാണ് താഴെ പോയി അപ്പം തിന്നണമെന്ന് പറയണത്. കാരണം മമ്മിയുടെ കൂടെ പോകുമ്പോൾ അവളെ അപ്പം തിന്നാണ്ട് അപ്പത്തിൻ്റെ മാവ് എടുത്ത് തിന്നും. എൻ്റെ അടുത്ത് ഇമാതിരി പരിപാടികളൊന്നും നടക്കില്ല. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ വേഗം തന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ താഴത്തോട്ട് പോകണമെന്ന് പറഞ്ഞ് തുടങ്ങണം കേട്ടോ. അപ്പോൾ ഞാൻ നേരെ പിന്നെ ആളെ കൊണ്ടേ കുളിപ്പിച്ചതാണ്ട് ക്രീം തേക്കാനാണ് തന്ത്രപ്പാടിലാണ്. ഇപ്പം ഈ ജ്യൂസ് പറഞ്ഞാൽ എല്ലാം അവൾക്ക് തന്നെ ചെയ്യണം. അല്ല കൊച്ചുകുട്ടികൾക്ക് അങ്ങനെ ആയിരിക്കൂലേ. അപ്പോൾ അതാ ക്രീം കൊടുത്തു കഴിഞ്ഞിട്ട് അത് തേക്കാനാണ് ഈ കാണുന്നത്. ആദ്യമൊക്കെ കുറേ പിച്ചി ഞെക്കി കളയാനൊക്കെ നോക്കുമായിരുന്നു. ഇപ്പോൾ അവൾ കളയാൻ നോക്കണില്ല, ഇങ്ങനെ തന്നെ തേക്കാനൊക്കെയാണ് നോക്കണത്. കുറേയൊക്കെ തേക്കും കുറേയൊക്കെ ഞാൻ തേക്കും. അങ്ങനെയാണ്. 1 2 3 ഇതൊക്കെ നിച്ച് വരച്ചതാണല്ലേ. ഒരു തല നിച്ചൂസ് വരച്ച, ഒരു തല നിച്ചൂസ് വരച്ച, അടുത്ത തല നിച്ചൂസ് വരച്ച, ഒരു തല നിച്ചൂസ് കഴിഞ്ഞ ദിവസമാണ് ഇത് വെട്ടിക്കളഞ്ഞത്. അങ്ങനെ 3 തലകള്. എത്രയുണ്ട് നിച്ചു തലകൾ ഇവിടെ? 2 3 ഇല്ലേ? ഇത് സൂപ്പറായിട്ട് പടം വരയ്ക്കും അല്ലേ നിച്ചൂസ്? ബുക്ക് വേണോ? അമ്മ തരാട്ടോ. അമ്മയ്ക്ക് ഒരു തല വരച്ച് കാണിച്ചു തരാവോ? ആ ഒരു കണ്ണ്, അടുത്ത കണ്ണ്, മൂക്ക്, പിരികം, അടുത്ത പിരികം, വാ വരച്ചു. ഇനി എന്താ വരയ്ക്കണേ? അതിന് തല വട്ടം വരയ്ക്ക, തല വരയ്ക്ക. ഓക്കേ, ഇനി എന്താണ് വരയ്ക്കാനുള്ളേ? ചെവി. ഒരു ചെവി വരച്ചു, അടുത്ത ചെവി വരച്ചു. ഇനി എന്നാ വരയ്ക്കാനുള്ളേ? എന്താ നിച്ചു വരച്ച പടമാണിത്. നിച്ചു സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. 2 വയസ്സുള്ള ഒരു കുട്ടിയുടെ പടമാണ് കേട്ടോ ഇത്. അതുകൊണ്ട് നിങ്ങൾ ഞാൻ സൂപ്പർ എന്നൊക്കെ പറയുമ്പോൾ ഇതാണ് സൂപ്പർ എന്നൊന്നും വിചാരിക്കരുത്. കാരണം നിച്ചുസിന് ഇപ്പോൾ 2 വയസ്സായിട്ടുള്ളൂ. ഇതിന് മുഖമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ അല്ലേ നിച്ചു? നിച്ചു സൂപ്പറായിട്ട് പടം വരയ്ക്കും അല്ലേ നിച്ചു? നമ്മൾ പണ്ടൊക്കെ പൂജം വെട്ട് വരച്ചുകൊണ്ടിരുന്ന ആ ഒരു ടൈപ്പാണ് കേട്ടോ. ഞാനിങ്ങനെ ആൾക്ക് കുറേ വട്ടം വരച്ചു കൊടുക്കും. അവളത് കറക്റ്റായിട്ട് തന്നെ ജോയിൻ ചെയ്തെടുക്കും കേട്ടോ. അങ്ങനെ കുറേ ടൈമൊക്കെ ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്യും അല്ലേ നിച്ചു? നിച്ചുന് ഇങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ഞാൻ കൊടുക്കും. അത് നിച്ചൂസ് എല്ലാം കറക്റ്റായിട്ട് തന്നെ ചെയ്യും കേട്ടോ. നിച്ചൂസിന് കൂടുതൽ ഫോൺ കൊടുക്കണം എനിക്ക് ഇഷ്ടമല്ല. നിച്ചൂസിന് ഞാനായിട്ട് ഫോൺ കൊടുക്കാറില്ല ഇവിടെ ഇതുവരെ അല്ല, നേരത്തെ കൊടുക്കുമായിരുന്നു. പിന്നെ കൊടുക്കാറില്ല. ഫോൺ കൊടുക്കൽ നിർത്തിയിട്ട്, ഞാൻ കൊടുക്കൽ നിർത്തിയിട്ട് കുറേ നാളായി. അപ്പോൾ അതുകൊണ്ട് നിച്ചൂസ് എൻ്റെ അടുത്തിരിക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും ആക്ടിവിറ്റീസിൽ ഇൻക്ലൂഡഡ് ആയിട്ട് ഇരുന്നോളും. ഞാൻ കൊടുക്കില്ലെന്നുള്ളൂ, ബാക്കി എല്ലാവരോടും കൊടുക്കലെന്ന് ഞാൻ പറയാറുണ്ടെങ്കിലും എല്ലാവരും കൊടുക്കൂട്ടോ അവൾക്ക് ഫോൺ. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് കുക്ക് ചെയ്യും, ഒരുമിച്ച് ഡാൻസ് കളിക്കും, പാട്ട് പാടും അല്ലേ നിച്ചു? നിച്ചുന് അമ്മ കഥ പറഞ്ഞു തരും. നിച്ചുന് അമ്മ എങ്ങനെയാ ഉറക്കണേ? കഥ പറഞ്ഞു തന്ന് ഞാൻ ഉറക്കൂട്ടോ. ഇത് നമ്മുടെ ഓട്ടോറിക്ഷയെ വേറെ ചേട്ടൻ വന്നേ മേടിച്ചോണ്ട് പോകും. നിച്ചുവിനെ കൊണ്ടുപോകില്ല, വണ്ടി മാത്രം കൊണ്ടുപോകും. നിച്ചു കൊടുത്തു വിടുവോ? വണ്ടി കൊടുത്ത് വിടുവോ? ഓട്ടോറിക്ഷ കൊടുത്ത് വിടുവോ?
ഇത്രയും നാൾ നമ്മുടെ വീഡിയോയിൽ നിങ്ങൾ ഓട്ടോറിക്ഷ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ ഓട്ടോറിക്ഷ കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ അത് പറഞ്ഞപ്പോൾ നിച്ചുവിൻ്റെ എക്സ്പ്രഷനാണ് കണ്ടത്. കാരണം ആൾക്ക് ഓട്ടോറിക്ഷ ഭയങ്കര ഇഷ്ടമാണ്. അവൾക്കെന്നല്ല, ഞങ്ങൾക്കാണെങ്കിലും, ഞങ്ങൾക്ക് വെച്ചാൽ ഞാനും ഏട്ടനും ഒന്നായപ്പോൾ മുതൽ നമ്മുടെ ഇവിടെ ഒന്നായിട്ടുണ്ടായിരുന്നതാണ് ഓട്ടോറിക്ഷ. അപ്പോൾ നമ്മളാണെങ്കിൽ അത് മേടിച്ചിട്ട് അതിൻ്റെ EMI പഠിച്ച് തീർന്നേ ഉള്ളൂ. പക്ഷെ നമുക്കാണെങ്കിൽ ഇപ്പോൾ അതിൻ്റെ യൂസ് ഇല്ലല്ലോ. കാരണം നമ്മളിപ്പോൾ ഓട്ടോറിക്ഷ എടുത്ത് നമ്മുടെ ഒരു ഉപജീവന മാർഗ്ഗവും അല്ല. പിന്നെ നമ്മളിപ്പോൾ എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ കാറിനാണ് കൂടുതലും പോകാറ്. അപ്പോൾ നമുക്ക് അത് വിൽക്കേണ്ട അവസ്ഥ വന്നപ്പോൾ നമ്മളത് വിൽക്കാമെന്ന് ഓർത്തു. അങ്ങനെ നമ്മൾ കണ്ടായത് വിൽക്കുകയാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സങ്കടമുണ്ട്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇത് ഒരു ദിവസത്തെ വീഡിയോ അല്ലേ, 2 ദിവസത്തെ വീഡിയോ ആണ്. കാരണം ഒരു ദിവസം കൂടി ഞാൻ എടുക്കാമെന്ന് ഓർത്തെങ്കിലും വന്നെങ്കിൽ പകുതി വെച്ച് നിർത്തേണ്ടി വന്നു. അപ്പോൾ 2 ദിവസം കൂടെ കൂടുതലുള്ള ഒരു ഡേ ആണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇത് ഞാൻ ആദ്യമായിട്ട് തയ്ച്ച ചുരിദാർ നൈറ്റിയാണ്. മമ്മീൻ്റെ അളവിൽ തയ്ച്ചതാണ്. അപ്പോൾ ഇന്ന് തയ്ച്ച് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇതാ നമ്മുടെ നെക്കിൻ്റെ ഭാഗത്താണെങ്കിൽ വേറൊരു പീസൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിതിങ്ങനെ പഠിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ. ഞാൻ യൂട്യൂബിൽ നോക്കി വീഡിയോ കണ്ടിട്ട് തയ്ച്ച് നോക്കണതാണ്. അപ്പോൾ സക്സസ്ഫുള്ളായി, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ വന്നിട്ടുള്ള കമൻസ് ആണ്, നിങ്ങളുടെ ലവ് സ്റ്റോറി പറയാമോ, ലവ് മാരേജ് ആണോ, പിന്നെ നമ്മൾ താമസിക്കുന്ന കാര്യമൊക്കെ. ഞങ്ങളുടെ രണ്ടുപേരുടെയും വീട് അടുത്തടുത്താണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് എൻ്റെ വീടിൻ്റെ 2ാം നിലയിലാണ്. അത് താഴത്തെ നിലയിൽ എൻ്റെ അച്ചായിയും അമ്മയും എൻ്റെ അനിയത്തിയും ഉണ്ട്. മേളിലെ നിലയിൽ ഞാനും ഏട്ടനും നിച്ചൂസും ഉണ്ട്. ഞങ്ങൾക്കെല്ലാം സെപ്പറേറ്റ് ആണ്. മേളിൽ അടുക്കളയും ബാത്റൂമും അങ്ങനെ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് അച്ചായി അങ്ങനെ ഞങ്ങൾക്ക് പണിത് തന്നേക്കണെയാണ് ഇവിടെ താമസിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ നേരത്തെ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരത്തെ വാടകയ്ക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ ഞങ്ങൾ വന്നാണ് ഇങ്ങോട്ട്. അച്ഛൻ ഇവിടെ പണിത് തന്നപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയതാണ്. പിന്നെ വന്നിട്ടുള്ള ഒരു കമൻറ്റ് എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ലവ് മാരേജ് ആണോ എന്ന് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ വൺ സൈഡ് ലവ് ആണെന്ന് പറയും. ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. നമ്മൾ നെയ്ബേഴ്സ് ആയതുകൊണ്ട് തന്നെ ആയിരിക്കാം അങ്ങനെ ആളുകൾ ചോദിക്കണമെന്ന് പറഞ്ഞിട്ട്. ഞാനിപ്പോൾ ലവ് മാരേജ് അല്ല എന്ന് പറഞ്ഞാലും ആരും വിശ്വസിക്കത്തില്ല. കാരണം ഞങ്ങളുടെ കല്യാണം നടന്നൊരു കൊറോണ സമയത്തായിരുന്നു. അപ്പോൾ നെയ്ബേഴ്സ് ആയതുകൊണ്ട് അന്നേരം എല്ലാവരും പറയുമായിരുന്നു. ഇപ്പോഴാണെങ്കിൽ ആൾക്കാർ വീട് എവിടെ നിൽക്കുമ്പോൾ അടുത്തെന്ന് പറയുമ്പോൾ ആ ലവ് മാരേജ് ആണല്ലേ, അങ്ങനെയാട്ടോ പറയുള്ളൂ. ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. അങ്ങനെ ഒരു കല്യാണത്തിലോട്ട് വഴി തിരിച്ചതാണ് കേട്ടോ. അത് കഥ പറയാനാണെങ്കിൽ കുറേ പറയാനുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ പറയുന്നില്ല. പിന്നെ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്ന വീഡിയോക്കകത്ത് കുറേ പേര് കമൻറ്റ് ഇടാറുണ്ട്, ചേച്ചി എനിക്കും തരുമോ, ചേച്ചി എനിക്കും തരുമെന്ന് ചോദിച്ചുകൊണ്ട്. എല്ലാവർക്കും തരുന്ന ആഗ്രഹമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോ തവണ നമ്മളിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ ഗിഫ്റ്റുകളായിട്ട് കൊടുക്കാമെന്നൊക്കെ ഓർത്തുകൊണ്ടിരിക്കണം. അപ്പോൾ എല്ലാവരും ഇങ്ങനെ, ചിലവരിങ്ങനെ നമുക്ക് എന്താ പറയുക, നമുക്ക് മനസ്സ് തട്ടണം കമൻറ്റ് കേട്ടോ, ചേച്ചി എനിക്ക് ഗിഫ്റ്റ് തരാൻ ആരുമില്ല, എനിക്കൊരു മിഠായി പോലും തരാൻ ആരുമില്ല, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഞാൻ അവർക്ക് കമൻറ്റ് ഇടാറുണ്ട്. എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കാൻ പറഞ്ഞുകൊണ്ട്. നമ്മളെക്കൊണ്ട് പറ്റുന്നത് നമുക്ക് ചെയ്യാമെന്ന് ഓർത്തുകൊണ്ട്. പക്ഷേ പിന്നെ ഇൻസ്റ്റയിൽ മെസ്സേജ് ഇപ്പോൾ വരാറില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ നിങ്ങളിപ്പോൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്നെക്കൊണ്ട് പറ്റുന്ന ഗിഫ്റ്റുകൾ ഞാനിങ്ങനെ ഓരോ ഷോർട്സിലൂടെയും നിങ്ങൾക്ക് തരുന്നതായിരിക്കും കേട്ടോ. നമ്മൾക്ക് കൂടുതൽ കമൻറ്റ് ഇടുന്നവരിൽ നിന്നും നമ്മൾ സെലക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഓരോ സമ്മാനങ്ങളും തരുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങളിപ്പോൾ കൂടുതൽ കഞ്ഞിയാണ് കുടിക്കുന്നത്. അപ്പോൾ അതിനുള്ള കറികളൊക്കെ അത്രയൊക്കെ ഉള്ളൂ. കഞ്ഞി കുടിക്കുമ്പോൾ നമുക്ക് ഒത്തിരി കറികളൊന്നും വേണ്ടല്ലോ. അപ്പോൾ രാവിലത്തെ കഞ്ഞി കൂടിയാണ് ഇപ്പോൾ കണ്ടത്. പിന്നെ ഞങ്ങൾ തന്നെ ഇറച്ചി ഉണ്ടാക്കുകയാണ്. കാരണം ഏട്ടന് എന്തെങ്കിലും ഇറച്ചി എന്തെങ്കിലുമൊക്കെ വേണം കേട്ടോ ചോറിന് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മിക്കപ്പോഴും നമുക്കിവിടെ ഇറച്ചി എന്തെങ്കിലുമൊക്കെ കാണുമായിരിക്കും. ഇറച്ചി പിന്നെ എന്തെങ്കിലും ഇല്ലാണ്ട് ഏട്ടന് ഫുഡ് കഴിക്കാൻ അത്ര പറ്റത്തില്ല. അപ്പോൾ നിച്ചൂസാണെങ്കിൽ അച്ചായി വന്നപ്പോൾ കരണാണെങ്കിൽ കാണുന്നത് അച്ചായുടെ അടുത്തൊക്കെ താഴത്തോട്ട് പോകണം എന്ന് പറഞ്ഞിട്ട്. അവൾക്ക് അച്ചായി മമ്മി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇതാണ് കേട്ടോ. എപ്പോഴും അങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കും. എല്ലാ ദിവസവും അച്ചായി വന്ന് കടയിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് ഭയങ്കര വാശിയാണ് കേട്ടോ. എല്ലാ ദിവസവും അച്ചായിയോട് നമ്മുടെ താഴെ കടയുണ്ട്. അപ്പോൾ കടയിൽ പോയിട്ട് അച്ചായും കൊച്ചും കൂടെ കൂട്ടിയിട്ട് സ്കൂട്ടറിന് പോയിട്ട് രണ്ടുപേരും കൂടെ കുറേ മിഠായിയൊക്കെ മേടിച്ചുകൊണ്ട് വരും. അതിനായിട്ട് അച്ചായി വരുമ്പോൾ അച്ചായി വാ പോവാം, അച്ചായി വാ പോകാമെന്ന് പറഞ്ഞിട്ട് എന്നും ബഹളമായിരിക്കും. അപ്പോൾ അങ്ങനെ പോയി എന്നും പറഞ്ഞിട്ട് കള്ളക്കടിച്ചിട്ട് കാര്യമാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കണത്. അമ്മ പോകുമ്പോ കൊച്ചിനെ കൊണ്ടാട്ടാ. പക്ഷെ അമ്മ എവിടെയും പോവാറില്ലല്ലോ അങ്ങനെ. പിന്നെ നമ്മുടെ ഇൻസ്റ്റാ പേജിൽ നമുക്ക് ഫോട്ടോ ഇടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫ്രോക്ക് നൈറ്റിയുടെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് XXL സൈസ് ഫ്രോക്ക് നൈറ്റിയാണ്. നമ്മൾ 300 രൂപയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്നതാണ്. നമ്മൾ എടുത്തിട്ട് അതിനകത്ത് 4 എണ്ണം ഒഴിച്ച് ബാക്കിയെല്ലാം തന്നെ സെയിലായിട്ടുണ്ട്. അപ്പോൾ നിച്ചൂസ് എഴുന്നേറ്റ് വന്നിട്ട് നിച്ചൂസ് ആണെങ്കിൽ ലൈറ്റ് ഓൺ ആക്കും ഓഫ് ആക്കുകയും ചെയ്യണയാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി സൗണ്ട് കൊടുക്കുമ്പോൾ എനിക്ക് പനിയാണ്, അതിൻ്റെയാണ് ഒരു സൗണ്ട് മാറ്റം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് പനിയായതിൻ്റെയാണ്. പിന്നെ ഇതൊക്കെ നമ്മൾ നൈറ്റി മെറ്റീരിയൽ എടുത്തതാണ് കേട്ടോ. നമുക്ക് ഡ്രസ്സ് തയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നൈറ്റി മെറ്റീരിയൽ നമ്മൾ ഹോൾസെയിലായിട്ട് എടുത്തതാണ് ഈ കാണുന്നത്. 12 പീസ് എടുക്കണ്ട നമുക്ക് ഹോൾസെയിലായിട്ട് എടുക്കണമെങ്കിൽ. അപ്പോൾ അത് കൂട്ടാണ് നമുക്ക് ഇതുകൊണ്ട് ഫ്രോക്ക് നൈറ്റിയും അല്ലാത്ത ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അല്ലാത്ത നൈറ്റിയും ഒക്കെ തയ്ച്ച് കൊടുക്കാനുള്ളതാണ്. ഇപ്പോൾ ഞാൻ ഈ നൈറ്റി എടുത്തതിന് കാരണം എന്താ വെച്ചാൽ എൻ്റെ അനിയത്തിക്ക് 2 ഫ്രോക്ക് നൈറ്റി അയച്ചു കൊടുക്കണം അവൾ പറഞ്ഞിട്ടുണ്ട്. കാരണം അവളുടെ വെഡിങ് ആവുകയാണ് കേട്ടോ. അപ്പോൾ അവൾ പറഞ്ഞു അവൾക്ക് 2 ഫ്രോക്ക് നൈറ്റിയൊക്കെ വേണം, വെഡിങ്ങിനല്ല വെഡിങ് കഴിയുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിന് ഫ്രോക്ക് നൈറ്റി എൻ്റെ അതിൽ XXL സൈസ് ഫ്രോക്ക് നൈറ്റി വരെയായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവൾക്ക് XXL വേണം. അപ്പോൾ അവൾക്ക് ഇങ്ങനെ XXL ഫ്രോക്ക് നൈറ്റ് കിട്ടാനില്ല, ഒരു കടയിലും കിട്ടാനില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്തു എന്നാൽ പിന്നെ ഒരെണ്ണം തയ്ച്ച് അവൾക്ക് കൊടുക്കാമെന്ന് ഓർത്തു. അങ്ങനെ അവൾക്കും കൂടെ തയ്ക്കാമല്ലോ എന്ന് ഓർത്തുകൊണ്ടാണ് ഞാനിപ്പോൾ മെറ്റീരിയൽ എടുത്തത്.
പിന്നെ സ്ഥിരമായിട്ട് തയ്യൽ വീഡിയോസ് ഇടാനൊക്കെയാണ്, സ്റ്റിച്ചിങ് വീഡിയോസ് ഇടാനൊക്കെയാണ് ആൾക്കാർ പറയണത്. അതിൻ്റെ വീഡിയോ ഒക്കെ ഇടാനൊക്കെ പറയാറുണ്ട്. അപ്പം ആരെങ്കിലും ഇന്ന വീഡിയോ ചെയ്യാവോ അല്ലെങ്കിൽ ഇന്ന തയ്ച്ചത് ഇടാവോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാൻ വീഡിയോ ഇടാം. കാരണം അവർക്ക് യൂസ്ഫുൾ ആകുമല്ലോ എന്ന് ഓർത്തുണ്ട്. അല്ലാണ്ട് ഇടാന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ കണക്ക് നിച്ചോസ് ഉറങ്ങുന്ന ടൈമിൽ രാത്രി ഉറങ്ങി കഴിഞ്ഞതിന് ശേഷവും രാവിലെ ഉണരുന്നതിന് മുമ്പുമാണ് പിന്നെ പകൽ ഉറങ്ങുന്ന ഒരു 2 മണിക്കൂർ അടുത്തും അത്രയും ടൈമാണ് എനിക്കൊരു ഡേ ഫുള്ളായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി കിട്ടുന്നത്. ബാക്കി ടൈം ഫുൾ ഞാനും നിച്ചൂസും ഇവിടെ ഫുൾ കളിയും ചിരിയും ബഹളമൊക്കെ ആയിട്ടിരിക്കും. ഞങ്ങൾ ഡാൻസ് കളിക്കും. ഞാൻ നിച്ചൂസിനെ പുറത്ത് കൊണ്ടുപോകും. പിന്നെ പുറത്ത് കൊണ്ടുപോകും മീൻസ് നിച്ചൂസിന് ഏട്ടനില്ലാണ്ട് ഞാൻ ഇതുവരെ പുറത്തോട്ട് നമ്മുടെ വണ്ടിയിൽ വെച്ച് അങ്ങനെ കൊണ്ടുപോയിട്ടില്ല. അല്ലാണ്ട് ചുമ്മാ നടക്കാൻ കൊണ്ടുപോകും നമ്മുടെ റോട്ടിൽ കൂടെയും പറമ്പിക്കൂടെയും ഒക്കെ. പിന്നെ ഞങ്ങൾ ബുക്കിൽ ഒരുപാട് പടം വരയ്ക്കും, പാട്ട് വെച്ച് ഡാൻസ് കളിക്കും, കഥ പറഞ്ഞു കൊടുക്കും. അവൾ ഉറങ്ങണമെങ്കിലും കഥ കേട്ടോണാണെങ്കിൽ ഇപ്പോൾ ഉറങ്ങോളൂ. പാട്ട് പാടി കൊടുക്കും. ബുക്കിൽ നിച്ചൂസിന് വട്ടമട്ടമൊക്കെ വരച്ചു കൊടുക്കും. അപ്പോൾ അവളത് ജോയിൻ ചെയ്യും. പിന്നെ നിച്ചൂസ് തലയുടെ ഒക്കെ പടം വെക്കാണ്ടില്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പടം പറയും സംഭവങ്ങളൊക്കെ ആയിരിക്കും. അപ്പം നിച്ചൂസിൻ്റെ കാര്യങ്ങൾ നോക്കിയിട്ട്, അതായത് എൻ്റെ ഒരു ഫ്രണ്ട് ടീച്ചറാണ്. അപ്പോൾ അവൾ പറഞ്ഞു അവളുടെ സ്കൂളിൽ ഈ കണ്ണുപരിശോധന നടത്തിയിട്ട് 16 കുട്ടികൾക്ക്, 1ാം ക്ലാസ് പഠിക്കുന്നതാണ് കേട്ടോ, 16 കുട്ടികൾക്ക് കണ്ണട വയ്ക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. മൊബൈൽ ഫോൺ അധികമായിട്ട് യൂസ് ചെയ്തത് കാരണം. അപ്പോൾ അന്നോട്ട് ഞാൻ പറഞ്ഞാണ് നിച്ചൂസിന് ഫോൺ ഒട്ടും കൊടുക്കണ്ടെന്ന്. അതറിഞ്ഞപ്പോൾ മുതൽ ഞാൻ അങ്ങനെ നിച്ചൂസിന് ഒട്ടും ഫോൺ കൊടുക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും വലുത് അവളുടെ ഹെൽത്ത് തന്നെയാണ്. അവൾ തന്നെയാണ് ഞങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി. അപ്പോൾ അതുകൊണ്ട് ഞാനും ഏട്ടനും ഫോൺ കൊടുക്കാറില്ലാത്തത് കാരണം നമുക്ക് എല്ലാത്തിനും കൂടെ ടൈം കിട്ടത്തില്ല. അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഫോൺ കൊടുക്കുന്ന ഒരാളാണെങ്കിൽ എനിക്ക് 2 ഫോണാണ് ഞാൻ യൂസ് ചെയ്യാറ്. അപ്പോൾ ഒരു ഫോൺ നിച്ചൂസിന് കൊടുത്തിട്ട് മറ്റേ ഫോണിൽ എനിക്ക് വീഡിയോ എടുക്കലോ എഡിറ്റ് ചെയ്യലോ എന്തെങ്കിലുമൊക്കെ നടക്കും. പക്ഷേ അങ്ങനെ ഒരു ഇതില്ലാത്തത് കൊണ്ടാണ് കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ പറ്റാത്തത്. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ കമൻറ്റുകൾ വരുന്നതാണ്. ഡെയിലി വീഡിയോസ്, ലോങ് വീഡിയോസ് ഇടുക, സ്റ്റിച്ചിങ് വേണ്ടി ഇടുന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ നിച്ചൂസിന് മാറ്റി നിർത്താനുള്ള ഒരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാണ്. മീൻസ് മാറ്റി നിർത്താൻ സാഹചര്യമല്ല, വേണമെങ്കിൽ മാറ്റി നിർത്താം. പക്ഷേ ഈ ഒരു സമയത്ത് എനിക്ക് അവളുടെ കൂടെ ഫുൾ ടൈം ഇരിക്കാനാണ് എനിക്കും കൂടുതൽ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഇടാത്തത്. അപ്പോൾ എന്താണെങ്കിലും ഈ വീഡിയോയ്ക്ക് നിങ്ങൾ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിനുള്ള റിപ്ലൈസ് ആയെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എന്താണെങ്കിലും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബൈ.